ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. 3 പഴുത്ത മാങ്ങയെടുത്ത് അതിൻ്റെ തോല് പൊളിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇപ്പോൾ തീരാറായി, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഒന്ന് ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിന് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഒരു ചെറിയ മുറി തേങ്ങ, ഒരു നുള്ളി ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ തൈര്. മാങ്ങ ഒരു ചട്ടിയിൽ തോല് പൊളിച്ച് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുവിധം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് 1/4 കപ്പ് ശർക്കര ഉരുക്കി അരിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അതിൽ മധുരവും നെയ്യുമെല്ലാം നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. മാമ്പഴ പുളിശ്ശേരി പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇനി നേരത്തെ കാണിച്ച മസാല നമുക്ക് ഇതിലേക്ക് അരച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പശുവിൻ നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല സ്വാദ്. മസാലയും മാങ്ങയിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 2 നുള്ളി കടുകിട്ട് 1 നുള്ളി ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.